Hello guys, welcome back to my channel. കുറേ നാളായാലും ഒരു ലെങ്തി വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഫോൺ വാങ്ങിയത്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയി പോയത്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ശിവാലയ വട്ടത്തിൻ്റെ വ്ളോഗാണ്. അപ്പം നമ്മൾ ശിവരാത്രിയുടെ അന്ന് രാവിലെ ശിവാലയ വട്ടം പോയിട്ടുണ്ടായിരുന്നു. നച്ചൂസ് നല്ല ഉറക്കമായിരുന്നു, നച്ചൂസിനെ കൊണ്ടുപോയില്ല. അപ്പം നച്ചൂസ് കാണാതെ പയ്യെ ബാഗ് എടുത്തിറങ്ങി നമ്മൾ. അപ്പം രാവിലെ ഒരു 2 മണിക്കായപ്പോൾ എണീറ്റ് കുളിച്ച് റെഡിയായി. ഒരു 3:30 ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ 3:30 നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പം പിന്നെ കൂടെ ഉള്ളവർ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാനും ചേട്ടനും എൻ്റെ വണ്ടിയിലും പിന്നെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഓട്ടോയിലോട്ടാണ് വന്നത്. അങ്ങനെ നേരെ അവരെ ചെന്ന് പിക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിൽ കയറി കേട്ടോ. പെട്രോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 12:52 ആയപ്പോഴത്തേക്ക് ശിവാലയോട്ടത്തിൻ്റെ ഫസ്റ്റ് അമ്പലമായിട്ടുള്ള തിരുമല മഹാദേവ ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി തൊഴുതു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ക്യൂ പെട്ടെന്ന് പോകുന്ന ക്യൂ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയറി തൊഴുതു. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ വെളിയിൽ നല്ല ഇഡലി സാമ്പാറും കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നല്ല ചൂട് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത് വാങ്ങിക്കഴിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കാപ്പൂടി ഫസ്റ്റ് കോവിലത്തോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ അവിടെ തന്നെ വണ്ടി കെട്ടാൻ വേണ്ടിയിട്ട് കൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോയെ കെട്ടാൻ വേണ്ടിയിട്ട് 2 വലിയ കൊടിയും പിന്നെ നമ്മുടെ ബൈക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും 2 ഫ്രണ്ടും കൂടെ കൊടിയൊക്കെ കെട്ടി സെറ്റാക്കി നമ്മൾ വണ്ടിയിൽ അടുത്ത കോവിലോട്ട് പോകാനുള്ള യാത്ര തുടങ്ങി. പിന്നെ വരുന്ന വഴിയിൽ ചുക്കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രമായ തൃക്കുറിശ്ശി മഹാദേവ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു 8-15 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും അത്യാവശ്യം നല്ല തിരക്കൊന്നുമല്ല, എന്നാലും ചെറിയ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് കയറി തൊഴുതു. അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല മധുരമുള്ള കേസ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ നല്ല മീൻസ് കട്ടിയൊന്നുമല്ല, എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമ്മൾ അവിടെ ഇറങ്ങിയത്. അതൊക്കെ തന്നെ ഞങ്ങൾ നേരെ പോയത് 3ാമത്തെ ക്ഷേത്രമായ തൃപ്പരത്താണ്. അവിടെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ഒട്ടും തിരക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിന് ശേഷം ഫ്രണ്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായല്ലോ, അവിടെയൊക്കെ കയറി നിന്നിട്ട് നമ്മൾ നേരെ തൃപ്പരത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ 1 കവർ നല്ല 2 കവർ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിലോട്ട് പോയത്. അപ്പം ചേട്ടാനൊക്കെ കുളിക്കാനുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ജസ്റ്റ് വെള്ളത്തിൽ കാലിട്ട് കളിച്ചുകൊണ്ടൊക്കെ. അതുപോലെ നമ്മൾ 4ാമത്തെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ മോര് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മോര് വാങ്ങി കുടിച്ചു. പിന്നെ ഒരു സ്ഥലത്ത് തണ്ണിമത്തം പീസാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴിയിൽ മൊത്തം അവിടെ ആയിട്ട് ജ്യൂസും മോര് അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പരുന്നിടത്തൊക്കെ നിർത്തിയിട്ട് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ 4ാമത്തെ ക്ഷേത്രത്തിലെത്തി. 4ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുനന്തിക്കരയാണ്. അവിടെ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 12:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയും തിരക്കും ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം അതിനോട് ചേർന്ന് പാറയുടെ മുകളിൽ തൊഴാൻ കയറണമായിരുന്നു. അവിടെ തന്നെ കാൽപാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് കയറാം. അപ്പോൾ പാറയെന്ന് വെച്ചാൽ നല്ലോണം ഉച്ച സമയമായതുകൊണ്ട് തന്നെ പാറയെന്നൊക്കെ വെച്ചാൽ നല്ലോണം ചുറ്റുപൊള്ളി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അഗ്നിക്കവടിക്കൊക്കെ ചാടുമല്ലോ, അതുപോലത്തെ ചൂടായിരുന്നു കേട്ടോ. അത്രയും നല്ല ചൂടായിരുന്നു. അപ്പം അഗ്നിക്കവടി കുറച്ച് ദൂരമല്ലേ കാണുള്ളൂ. ഇത് നമ്മൾ താഴെ നിന്ന് മേളിലെ പാറയുടെ ഏറ്റവും അറ്റം വരെയും ഇതേ ചൂടിൽ ചവിട്ടി പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കാല് നല്ലോണം പൊള്ളി പഴുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഓടിയും ചാടിയൊക്കെ എങ്ങനെയൊക്കെ കയറി മേളിലെത്തി. അതിൻ്റെ മേലത്ത് നമുക്ക് കയറാൻ പറ്റും, ചുമ്മാ ജസ്റ്റ് ഓവർവ്യൂ ആയിട്ടൊന്ന് കാണാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് കയറിയില്ല കേട്ടോ. ഇതിന് നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് കയറിയത്. അപ്പം ജസ്റ്റ് ഒന്ന് മേലെ കയറി എന്നിട്ട് കാൽപാദമൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ താഴെ വന്നപ്പോൾ നമ്മൾ നല്ല ചുടക്കം ഉണ്ടായിട്ടോ. നമ്മൾ കൊച്ചിലെ വേവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും ചുടക്കം എന്ന് പറയുന്നത്. അത് പല സ്ഥലത്ത് പല പേരുണ്ട് അറിയപ്പെടുന്നത്. ചിലത് തക്കാളി എന്ന് പറയും. ഞാൻ കൊച്ചിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ പോയപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4ാമത്തെ അമ്പലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ നിർത്തിയൊന്നുമില്ല, 5ാമത്തെ കോവിലോട്ട് നേരെ പോയി. അങ്ങനെ നമ്മുടെ 5ാമത്തെ ക്ഷേത്രമാണ് പൊന്മനായി മഹാദേവ ടെമ്പിൾ. അവിടെ നമ്മുടെ തൃപ്പരപ്പ് പോലെ തന്നെയാണ് കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കയറി സാധാരണ നമ്മൾ കോവിൽ കയറി തൊഴുമ്പോൾ പെട്ടെന്ന് കയറി തൊഴുതു ഇറങ്ങി. അപ്പം നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വഴി നീളം നിറയെ മലക്കറികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഒരുപാട് മലക്കറികളും നെല്ലിക്കകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ 6ാമത്തെ ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ നമ്മൾ 6ാമത്തെ ക്ഷേത്രമായ പന്നിക്കാട് മഹാദേവ ടെമ്പിളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ജസ്റ്റ് കുളം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് തൊഴുതു. അവിടെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് സാമ്പാർ ചോറ് കിട്ടി. ഞങ്ങൾക്ക് സാമ്പാർ ചോറ് വെച്ചു. പിന്നെ കുറച്ച് കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുരങ്ങനൊക്കെ കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് നേരെ അടുത്ത 7ാമത്തെ ക്ഷേത്രത്തിൽ പോയി. 7ാമത്തെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ പത്മനാഭപുര പാലസ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് കൽപ്പകം മഹാദേവ ക്ഷേത്രമാണ്. പുസ്തകം തന്നെ തക്കയാണ് കേട്ടോ. എൻ്റെ റിലേറ്റീവ് ഉള്ളതുകൊണ്ട് എനിക്ക് അത് നന്നായിട്ട് അറിയാനുള്ള ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എടുത്ത് ഊരി ഇറങ്ങി. റവ കൊണ്ടുണ്ടാക്കിയ ഇതുപോലത്തെ പ്രസാദം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ 8ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് മേലാങ്കോട് ക്ഷേത്രമാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 5 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ 9ാമത്തെ ക്ഷേത്രത്തിലോട്ട് പോയി. അങ്ങനെ 9ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിടൈക്കോട് മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി തൊഴുതു. തിരിച്ച് വരുന്ന വഴിയിൽ കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടല്ലോ, പൊട്ടറ്റോ ഫ്രൈയും നമ്മൾ വാങ്ങി. പൊട്ടറ്റോ ഫ്രൈ എന്ന് നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത 10ാമത്തെ ക്ഷേത്രത്തിലോട്ട് പോയി. അങ്ങനെ ഒരു 7 കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ 10ാമത്തെ ക്ഷേത്രമായ തിരുവിതാംകോട് മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി ആകും തോറും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ വന്നു തുടങ്ങി. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ നേരെ പോയിട്ട് 11ാമത്തെ ക്ഷേത്രമാണ് തൃപ്പണിക്കോട് മഹാദേവ ക്ഷേത്രത്തിലാണ്. നിങ്ങൾ 9 ആയപ്പോഴത്തേക്ക് 12ാമത്തെ ക്ഷേത്രം, അതായത് ഏറ്റവും അവസാനത്തെ ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് തിരുനട്ടാലം മഹാദേവ ടെമ്പിളാണ്. അപ്പം താമസിച്ചു കൊണ്ട് തന്നെ മെസ്സേജ് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മല ഇറങ്ങുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ളത് മനസ്സിലായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ 2 ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ 2 ക്ഷേത്രത്തിലും കയറി തൊഴുത് എന്നിട്ട് അവിടെ വലിയ സംഭവം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് തിരിച്ചത്. അപ്പോൾ നമ്മുടെ നച്ചുകുട്ടിക്കെന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നച്ചൂസിന് അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ബൊമ്മയും വാങ്ങിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബാക്കി ഒരു പയ്യെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് നച്ചൂസ് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും. പുതിയ വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.